ഇതാരാ? വാ മോളെ. രണ്ടുപേരും സ്കൂളിൽ നിന്ന് വന്നേ ഉള്ളോ? അതെ ആന്റി, അച്ഛൻ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് ഓട്ടത്തിന് പോയതാ. മിടുക്കി. വന്നേ. എങ്ങനെയുണ്ടമ്മേ? നല്ല ആശ്വാസം തോന്നുന്നുണ്ടോ? ആ, ചൂടൊന്നുമില്ല. ഇനി കുഴപ്പമൊന്നും വരില്ലാന്ന് തോന്നുന്നല്ലേ? ഇടയ്ക്കൊക്കെ ഓരോ ആലോചന കൂടുന്നത് മാത്രമേ ഉള്ളൂ അമ്മയുടെ പ്രശ്നം. പറഞ്ഞ കേക്കണ്ടേ? പ്രായം കൂടുന്തോറും അനുസരണ കുറഞ്ഞു കുറഞ്ഞു വരുവോ? ഇപ്പൊ ആന്റിക്ക് ഇന്ദുവിന്റെ അമ്മൂന്റെയും പ്രായ. ദേ, ഇനി ഇതുപോലെ സംഭവിച്ചാലേ ചിലപ്പോ ഒരു വശം തളർന്നു പോവെന്നാ ഡോക്ടർ പറഞ്ഞത്. നിങ്ങളെല്ലാരും കൂടി എന്നെ രോഗിയൊന്നും ആക്കണ്ട. എടി, ആയുഷമൊക്കെ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അയ്യോ, എനിക്കിപ്പോ കഴിക്കാനും കുടിക്കാനും ഒന്നും വേണ്ട. എന്റെ അമ്മയടുത്ത് കുറച്ചേരം ഇരിക്കാനാ ഞാൻ വന്നേ. അത് തന്നെയാ ആന്റിക്ക് വേണ്ടത്. ആയിഷ ചേച്ചി എത്ര നേരം അടുത്തിരുന്നാലും ആന്റിക്ക് സന്തോഷ. ഞങ്ങള് ചായ എടുക്കാം. വാ മക്കളെ, യൂണിഫോം മാറ്റാം, എന്നിട്ട് ചായ കുടിക്കാം. വാ. ആന്റി, ഞാൻ പോയി യൂണിഫോം മാറ്റിയിട്ട് വരാവേ. ശരി മോളെ, പോട്ടോ. ആ, ഇതെന്തൊക്കെയാ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഇതൊക്കെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. എന്തിനാ മോളെ ഇതെല്ലാം കൂടി വാങ്ങിച്ചേ? പോലീസിന്റെ കയ്യിലുള്ള എല്ലും കൂടി മാത്രമാണ് ബാക്കി. അങ്ങേര് ബിസിനസ് നടത്തി ഉള്ള വസ്തുവകകളെല്ലാം വിറ്റു, കടം കയറി മുടിഞ്ഞു. ആ സമയത്താ കുറച്ചുകാലം അവന്തികമോളുടെ അടുത്ത് വന്നു നിന്നത്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്നത് അവന്തിക ചേച്ചിക്കല്ലേ? ഏയ്, എന്റെ കൂടെ അങ്ങനെ അധികകാലമൊന്നും താമസിച്ചിട്ടില്ല. ഇടയ്ക്കിടെ വരും, പോകും. അച്ഛനെ കാണാതാകുന്നതിന് മുമ്പ് തൊട്ടടുത്ത ദിവസങ്ങളിൽ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? ചേച്ചിക്കത് ഓർമ്മയുണ്ടോ? ഇവള് ചോദ്യം ചോദിച്ച് എന്റെ നെഞ്ചത്തോട്ടാണല്ലോ കയറി വരുന്നത്. ഇവളിതെന്തെങ്കിലും കണക്കൂട്ടി ചോദിച്ചതാണോ? അല്ല, ഞാൻ ചോദിച്ചത് ചേച്ചി കേട്ടില്ലേ? ആ, കേട്ടു. വർഷങ്ങൾ ഇത്ര ആയില്ലേ, ഞാനതൊക്കെ അങ്ങ് മറന്നുപോയി. കുടകിലേക്കോ മൈസൂരിലേക്കോ മറ്റോ പോകണമെന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ഞാനും അമ്മാവനെ കാണുന്നത് കാഞ്ചന പറഞ്ഞ പോലെ അഴുകിയ എല്ലും കഷ്ണങ്ങളായിട്ടാ. അമ്മാവൻ പോയതോടെ എന്റെ ഒരു വശം തളർന്നു പോയതുപോലായി. അമ്മായിക്ക് അറിയാതെ ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം? പോവേണ്ട ആള് പോയില്ലേ. എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ മോനെ? എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ. മതി അമ്മേ. അമ്മ ഇത്ര കരഞ്ഞാലും മരിച്ചുപോയ അച്ഛൻ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. ആരെയും കരഞ്ഞു കണ്ണീർ കാണിച്ചിട്ട് ഒരു ഫലവും ഇല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഈ സുഗതം മേനോൻ ചിലപ്പോ നിങ്ങളറിയാതെ നിങ്ങളെ സഹായിക്കാൻ നിൽക്കുന്ന ആളാണെങ്കിലോ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇതുവരെ ഞങ്ങളുടെ മുന്നിൽ വരാത്ത ഒരാളെ കുറിച്ച് ഞങ്ങൾ എന്തു പറയാനാ? അച്ഛന്റെ കേസുമായി മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് ഒരാഗ്രഹമില്ല. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല മോനെ. എന്റെ മോളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ആ മോളെ.
എന്താ താൻ അലറി വിളിച്ചേ? ഒന്നുമില്ല അച്ഛാ, ഈ അമ്മ വെറുതെ സ്വപ്നം കണ്ട് പേടിച്ച് നിലവിളിച്ചതാ. ഈ അമ്മയ്ക്ക് ഒരു ധൈര്യമില്ല. പിന്നെ ആര് പറഞ്ഞു ധൈര്യം ഇല്ലെന്ന്? ധൈര്യം ഉണ്ടായിരുന്നെങ്കിലേ അമ്മ ഇങ്ങനെ പേടിച്ച് നിലവിളിക്കായിരുന്നോ? വെറുതെ അച്ഛാ, ഈ അമ്മ വെറും പാവാ. ഇനി മോൾ എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടാണോ അമ്മ പേടിച്ചത്? ഏയ്, ഞാനൊരു കുസൃതിയും കാണിച്ചില്ല. അമ്മ നിലവിളിക്കുന്നത് കേട്ടിട്ടാ ഞാൻ ഓടി വന്നത്. അല്ലേ അമ്മേ? അതെ അതെ, മോള് വന്നപ്പോഴാ അമ്മയ്ക്കൊരു ധൈര്യം വന്നെ. അല്ലേ മോളെ? കള്ളി. മോളെ കളിക്കില്ലേട്ടോ. ശ്വാസം കിട്ടുന്നില്ല. അച്ഛനോടും അമ്മയോടും ഇങ്ങനെ തമാശ കളിക്കില്ലേ? മോളെ 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 ശ്വാസം. സൂര്യ, എന്താ എന്താ പറ്റേ? മോളെ എന്താ എന്താ മോളെ പറ്റേ? മോളെ 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 എന്താ എന്താ? അയ്യോ